കഴിഞ്ഞ കളി ഞങ്ങൾ ജയിച്ചത് എത്ര വിക്കറ്റ് നമുക്കറിയോ? നിങ്ങളാ മറ്റേ 9 വിക്കറ്റ്. 9 എല്ലാരും ജയിക്കണ്ട്. എവിടെ ജയിച്ചത്? മാത്രല്ല ബുംറ അല്ലാത്ത എല്ലാരും നല്ലോണം ഞങ്ങൾ അടിച്ചു. ഞങ്ങൾക്ക് എത്തു ബുംറ കൊട്ടക്കണക്കിന് ടീമും പിന്നെ പെട്ടെന്ന് ഔട്ടായി പോകുന്ന ഒരു ബാറ്റിംഗ് ടീം. അതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെ ഉണ്ടായിരുന്ന ഒരു ടെൻഷനും കഴിഞ്ഞ കളി തീർന്ന്. എന്താ അറിയോ, ജയ്സ്വാള് ഫോമാകത്ത്, ഓനും ഫോമായി, ജയ്സ്വാള് ഫോമില്, സഞ്ജു ഫോമില്, ജോസേട്ടൻ ഫോമില്, പരാഗ് ഫോമില്. ഇപ്പൊ എന്ത് ഫോമില് നിങ്ങളുടെ ആരെങ്കിലും എല്ലാവരും നല്ല ഫോമാണ്. സഞ്ജുവിന് 300 മേലെ, പരാഗിന് 300 മേലെ, ജോസേട്ടൻ 2 സെഞ്ചുറി. എന്നിട്ട് സ്ഥിരത ഇവിടെ CSK ഉണ്ടല്ലോ, വലിയ സംഭവമായ CSK പോലെ കഴിഞ്ഞ 2 കളിയും തോൽപ്പിച്ചാണ്ടാണ് ഞങ്ങൾ വരുന്നത്. ഈ കൊല്ലം അടിയണ്ടിയില്ല കഴിഞ്ഞ കളിത്തെ. നിങ്ങൾക്ക് ജയ്സ്വാളും എന്താ പറയാ ബട്ട്ലറും സഞ്ജു ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ സ്റ്റോയിനിസ് മതി. ഒറ്റ കളിയിൽ കളിച്ചിട്ടാണ് മൂപ്പര് ഫോം ജയ്സ്വാൾ മാത്രല്ല ഞങ്ങൾക്കുള്ളത്, ഞങ്ങൾക്ക് എല്ലാവരും തന്നെ. ഞങ്ങളുണ്ട് പൂരന്, എന്താ പറയാ രാഹുല്, മിക്ക കളിയിലും ഉണ്ട്. ഒറ്റ കളിയിലാണ് അടിച്ചിരിക്കണത്. ഇതിപ്പോ ഞങ്ങളുടെ ഫോം ആകണ്ടേ, ആൾക്കാർ അവിടെ നിങ്ങൾ അതേ തന്നെയാണ്. ഞങ്ങളുടെ ഫോം മാതിരിയല്ല, ഞങ്ങൾ ഒന്നാമത് രാഹുൽ ഞങ്ങളിപ്പോ ഫോമിലേക്ക് തിരിച്ചെത്തി. അതാണ് പറയണേ, കഴിഞ്ഞ 2 കളി പറയുമ്പോ CSK ഓല ഗ്രൗണ്ടിലും തോൽപ്പിച്ചു, ഞങ്ങളെ ഗ്രൗണ്ടിലും തോൽപ്പിച്ചു. അതിന്റെ കളികൾ തോറ്റല്ലോ. നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ജയിച്ചു പറഞ്ഞ ആരെയില്ല. ഒരു ടീമിനായിട്ട് CSK മോശമാണ്. അവരെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി അവർ തോൽക്കും. ഇതിപ്പോ കഴിഞ്ഞ കളി ഇതൊക്കെ ഉണ്ടായപ്പോ നിങ്ങളാണ് ജയിച്ചു. അത്ര കൂട്ടിയാൽ മതി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാജസ്ഥാനെ ഞങ്ങളൊന്ന് പൊട്ടിക്കണ്ട്, അത് സംശയം വേണ്ട. നിങ്ങളിപ്പോ ഒറ്റയടിക്ക് പെരുമ്പോക്ക് ഉണ്ടല്ലോ, അത് ഞങ്ങൾ തീരുമാനമാക്കി തരും. അത് നിങ്ങൾ ഞങ്ങൾക്ക് ടീം ഞങ്ങൾ പ്ലേ ഓഫ് എത്തി. നിങ്ങൾ പ്ലേ ഓഫ് ഇല്ലാതിരിക്കും. ഏറ്റവും നല്ല ക്യാപ്റ്റൻ ആരാന്ന് പറഞ്ഞ എന്താ, ഒരുപാട് ക്യാപ്റ്റന്മാരുണ്ടല്ലോ. ഞങ്ങളെ സഞ്ജു കഴിഞ്ഞിട്ട് ഇവിടെ ആരും ഉള്ളൂ. അതിങ്ങനെ പറഞ്ഞെടുക്കാൻ നല്ല പറഞ്ഞെടുക്കണേ. റിസൾട്ട് കാണുന്നുണ്ട്, വെറുതെ പറയല്ല. റിസൾട്ടിൽ കാണുന്നില്ല. റിസൾട്ട് ഒക്കെ കണ്ടോട്ടെ, ഒന്നും പ്രശ്നമില്ല. മൂപ്പരാണ് ഇപ്പൊ തെളിയിച്ചിട്ടൊന്നുമില്ലല്ലോ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ മൂപ്പരനാണ്. മുമ്പ് ധോനി ഉണ്ടായിരുന്നു, ഇപ്പൊ ധോനി അല്ലല്ലോ. ബാക്കി എല്ലാരും കണക്കന്നെ. ഇവിടെ ഞങ്ങളെ സഞ്ജു കഴിഞ്ഞിട്ടുള്ളൂ ആരും. അതൊക്കെ നിങ്ങളൊക്കെ ടീമിന്റെ അത് വെച്ച് അങ്ങനെ ഒരു പോക്ക് ഇങ്ങനെ പോകുന്നോണ്ട് ഇങ്ങനെ പറയാന്നുള്ളൂ. ഇതിപ്പോ 1-2 കളി തോറ്റായി തന്നെ മാറ്റി പറയാം, അത് വേറെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് സഞ്ജുവിന് ഒന്നും ആവില്ല, വേറെ ഉള്ള പോലെ കുറ്റം പറഞ്ഞാണ്ട് അങ്ങനെ തീരുമാനമാക്കി തരകാരം ചെയ്യാം. ഇതിപ്പോ ഇന്ന് നിങ്ങൾ ഓവർ കോൺഫിഡൻസ് LST തീർക്കും, അതിൽ സംശയമൊന്നും വേണ്ട.